കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വളരെ അടുത്ത്, ശരിയായി പറയുകയാണെങ്കിൽ 6 മൈൽ അകലെ ഹൈമാസിന്റെ റോക്കറ്റുകൾ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു. കൂടാതെ ഞങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉപയോഗിച്ച് ഒരു റോക്കറ്റിനെ ജാം ചെയ്ത് അതിനെ താഴെ വീഴ്ത്തി. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഉക്രൈൻ കാരണം ഉണ്ടാകുന്ന ഭീഷണി ഇപ്പോൾ അധികമായിട്ടുണ്ട്. അതിനാൽ ഇതൊരു എവിഡൻസായി ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. UNOയ്ക്ക് ഇതൊരു എവിഡൻസായി ഞങ്ങൾ നൽകും. കൂടാതെ ആഗോളതലത്തിൽ അറ്റോമിക് ഏജൻസിക്ക് സംരക്ഷണം നൽകുന്ന എല്ലാ സംഘടനയോടും ഇതേക്കുറിച്ചുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ നടത്തുമെന്ന് ഒരു അറിയിപ്പ് റഷ്യ നൽകി. അതേസമയം റോസ്റ്റോവാണ്ടൻ ഭാഗത്ത് വീണ്ടും ഒരു ഓയിൽ ഫെസിലിറ്റി, റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ ബേസിൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നു. ഇതിൽ വളരെ വലിയൊരു നഷ്ടം തന്നെ റഷ്യയ്ക്ക് സംഭവിച്ചു. കൂടാതെ വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇസ്രായേൽ നടത്തുന്ന എയർ സ്ട്രൈക്കിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. ഇന്നലെ വൈകുന്നേരം മുതൽ ഇസ്രായേലിന്റെ ആക്രമണം ഹെസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് ബാങ്കിലും സിറിയൻ അതിർത്തിയിൽ ഒരു വാഹന അറ്റാക്ക്, ഇങ്ങനെ അവരുടെ ആക്രമണം തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാര്യമായി എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയുടെ 15 സ്ഥലത്ത് ഒരു എയർ സ്ട്രൈക്ക് ഇന്നലെ പുതുതായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വീണ്ടും ഒരു ആക്രമണം ഹെസ്ബുള്ള നടത്താൻ പാടില്ല എന്നതിനു വേണ്ടിയാണ്. കാരണം മൾട്ടിപ്പിൾ ഫ്രണ്ട്സിൽ നിന്നും അവർ അവരുടെ കൂടുതൽ റോക്കറ്റ് ലോഞ്ചേഴ്സിന് അല്പം പോലും പുറകിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കൂടാതെ അവരുടെ മിസൈൽസ് എല്ലാം ഇസ്രായേലിനെ നോക്കി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന വിവരം അവർക്ക് ലഭിച്ചു. അതിനാൽ ആ ഭാഗങ്ങളെ നോക്കി ഇസ്രായേൽ കഴിയുന്നത്ര അവരുടെ എയർഫോഴ്സ് ഉപയോഗിച്ച് ഹൈ പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആ സമയത്ത് ഒരു നഷ്ടം വരാൻ പാടില്ല എന്നതിനു വേണ്ടി ഇസ്രായേൽ വളരെ വ്യക്തമായി അവരുടെ കോർഡിനേറ്റ്സിനെ നോക്കി ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സിറിയ ലബനൻ ബോർഡറിലുള്ള വളരെ പ്രധാനപ്പെട്ട ഹൈവേയിൽ ഒരു ടാർഗറ്റ് കില്ലിംഗ് ഇസ്രായേൽ നടത്തി. ഒരു വാഹനത്തിന് നേരെയായിരുന്നു അത്. ഇതിൽ ഹെസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട 4 കമാൻഡോസ് മരിച്ചു. ഫീൽഡ് കമാൻഡോസ് പൊസിഷനിലുണ്ടായിരുന്ന ഈ ഒരു 4 പേർ ഈ ടാർഗറ്റ് കില്ലിംഗിൽ മരിച്ചിരിക്കാമെന്ന വിവരം പുറത്തു വന്നു. ഇവർ പ്രധാനമായും ആയുധങ്ങൾ വരുന്ന റൂട്ട്സിനെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഇറാഖ്, ഇറാഖിൽ നിന്നും സിറിയയിലേക്ക്, സിറിയയിൽ നിന്നും നേരെ ലബനിലേക്ക്. ഇതാണ് വെപ്പൺ റൂട്ട്സ്. ഇവയോരോന്നും തിരഞ്ഞ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രശ്നം ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണോ ഇവർക്കുള്ള ആയുധങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള ആ വഴികളും കണ്ടുപിടിച്ച് അതും ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഇസ്രായേൽ പ്രദേശത്തിന് പുറത്താണ് നടക്കുന്നത്. അവരുടെ ആ പരിധിക്ക് അപ്പുറം നടക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രായേലിനും വെസ്റ്റ് ബാങ്കിനും ഇടയിലുള്ള ആ ഒരു പ്രദേശം ഇപ്പോൾ മറ്റൊരു യുദ്ധഭൂമിയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഒരു രാത്രിയിൽ മാത്രം 29 സ്ഥലങ്ങളിൽ ഇസ്രായേലും അവരുടെ വ്യോമസേനയും സ്ട്രൈക്ക് നടത്തി. നിരവധി സൈനികരെ അയച്ച് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് മൂവ്മെന്റ്സും ആ സ്ഥലത്ത് വെസ്റ്റ് ബാങ്കിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ 1ലധികം അറസ്റ്റുകളും സംഭവിച്ചു. വെസ്റ്റ് ബാങ്കിലുള്ള പലരും ഈ ഒരു ആക്രമണം കാരണം മരിച്ചിരിക്കാമെന്നും പറയുന്നു. IDF-ൽ നിന്നും ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന വന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ടെററിസ്റ്റിനെ ഞങ്ങൾ കൊന്നുവെന്ന്. പ്രധാനപ്പെട്ട ഒരാളുടെ പേരും അവർ പറഞ്ഞു, ജബ്രിജസ് ഇസ്മായിൽ. ഇയാൾ കഴിഞ്ഞ നവംബർ മാസമായിരുന്നു ഹോസ്റ്റേജസ് ഡീൽ വഴി ഇസ്രായേൽ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇസ്രായേലിനെതിരായ ഒരുപാട് ചതികളും ഗൂഢാലോചനകൾ നടത്തുന്നതായും ഇയാൾക്കെതിരെ ഒരു കുറ്റം ചുമത്തി. അങ്ങനെ ഈ ഒരു എയർ സ്ട്രൈക്കിലൂടെ മറ്റൊരുപാട് പേരുടെ കൂട്ടത്തിൽ ഇയാളെയും കൊന്നു. ഇയാൾ ഉണ്ടായിരുന്ന ആ ഒരു കെട്ടിടത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അയാളുടെ കൂടെ ചേർന്ന് മൊത്തം 5 പേർ വരെയും മരിച്ചു. അപ്പോൾ ഈ ആക്രമണത്തിൽ തന്നെ 5 മരണം സംഭവിച്ചിരിക്കുമ്പോൾ അടുത്ത ഒരു 25-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും മരണനിരക്കുന്നത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. വീണ്ടും അവരുടെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചില്ല. ഇസ്രായേൽ ട്രൂപ്സ് ഉപയോഗിച്ച് വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ മുഴുവനായും അവസാനിച്ചാൽ മാത്രമേ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ശേഖരിച്ച് ഈ ആക്രമണങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നടന്നു, എത്രത്തോളം മോശമായ രീതിയിൽ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എത്ര മരണം സംഭവിച്ചു എന്നുള്ളതും സ്ഥിരീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള ഒരു പ്രശ്നം വളരെ ഗുരുതരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ എപ്പോഴാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ദിവസവും പറയാറുണ്ട്. പുലി വരുന്ന കഥ പോലെ ഇത് മാറിയിട്ടുണ്ട്. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഇറാൻ അത്ര മാത്രമേ ഉള്ളൂ, അവർ ആക്രമിക്കില്ല എന്ന്. ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം IRGC എടുക്കാൻ പോകുന്നു. IRGC ഇസ്രായേലിനെതിരായ ഒരു ആക്രമണം ആ ദിവസത്തിൽ സെപ്റ്റംബർ 1-ാം തീയതി തുടങ്ങുമെന്നുള്ള ചില വിവരം പുറത്തു വന്നു. നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു ടൈം ലൈൻ എടുത്ത് നോക്കുക. ഒരുപാട് പേർ അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരാഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ, അമേരിക്കയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവർ മൂവർക്കുമിടയിൽ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നടക്കുന്നു. അതിന് 2 ദിവസത്തിന് മുൻപ് അമേരിക്കയുടെ അന്തർവാഹിനി മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു.
ഈ രണ്ട് കാര്യങ്ങളും നടന്നതിന് ശേഷം ഇസ്രായേലിന്റെ ഒഫൻസീവ് ഓപ്പറേഷൻ ഗാസയ്ക്കുള്ളിലായാലും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ലെബനിലായാലും അത് അധികമാകാൻ തുടങ്ങി. അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ആ മേഖലയിൽ എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി നടന്നിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേൽ കഴിയുന്നത്ര ഹമാസിനെയും അല്ലെങ്കിൽ ലെബനിലെ ഹിസ്ബുള്ളയെയും ആക്രമിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതിനുള്ള മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പ്രിയംപ്റ്റീവ് സ്ട്രൈക്കും ലെബനിനുള്ളിൽ കയറി ആക്രമിക്കുന്നതും. കാരണം വെസ്റ്റ് ബാങ്കിൽ ചരിത്രത്തിൽ ഇത്തരം ഒരു വ്യോമാക്രമണം നടന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു വ്യോമാക്രമണം ഇസ്രായേൽ നടത്താൻ തുടങ്ങിയത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ ഇത്രത്തോളം വർദ്ധിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റഷ്യയെ നോക്കിയാൽ റഷ്യയെ എങ്ങനെയെല്ലാം താഴ്ത്താമോ, ഏത് രീതിയിലെല്ലാം റഷ്യ ആക്രമിക്കാൻ സാധിക്കുമോ, എത്രത്തോളം റഷ്യയെ മുട്ടുകുത്തിക്കാൻ സാധിക്കുമോ അവയ്ക്കുള്ള എല്ലാ ശ്രമങ്ങളും ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ട് ട്രൂപ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ കേർസ്കിൽ വലിയ രീതിയിൽ ഒഫൻസീവ് നടക്കുന്നില്ല. അതൊരു സ്റ്റേബിൾ കണ്ടീഷനിലാണ്. അവരെ കൊണ്ട് മുന്നിലേക്ക് പോകാനും സാധിക്കുന്നില്ല, ഇവരെ പുറകിലേക്ക് അയക്കാനും സാധിക്കുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ അവിടെ. ചില സ്ഥലങ്ങളിൽ ഒഫൻസീവ് ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഗെയിനൊന്നും ഉക്രൈനോ റഷ്യയ്ക്കോ കേഴ്സ് മേഖലയിൽ കിട്ടുന്നില്ല. ഇതിനിടയിൽ വീണ്ടും റോസ്റ്റവാണ്ടൻ ഭാഗത്തുള്ള അറ്റ്ലാസ് ഓയിൽ റെഫൈനറിയിൽ ഉക്രൈൻ അവരുടെ ഡ്രോൺ വെച്ച് അത് മുഴുവനും നശിപ്പിച്ചു. ഇന്ന് അതിരാവിലെ ഏകദേശം 5-ൽ കൂടുതൽ ഡ്രോൺസ് ആ ഒരു ഓയിൽ ബേസിനെ നോക്കി ഉക്രൈൻ അയക്കുകയാണ്. അതിൽ 4-ൽ കൂടുതൽ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് റോസ്റ്റവാണ്ടൻ പ്രദേശത്തെ ഗവർണർ പറഞ്ഞാലും വിഷ്വൽസ് നോക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ അല്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ഇമ്പാക്റ്റ് അവിടെയുള്ള ആ ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ സംഭവിച്ചിട്ടുണ്ട്. ആ എണ്ണ ശേഖരിച്ചു വയ്ക്കുന്ന ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒരു വലിയ തീ വിപത്തും ഉണ്ടാകാൻ തുടങ്ങി. ഈ എണ്ണ ശുദ്ധീകരണശാല എത്രത്തോളം വലുതെന്ന് നോക്കിയാൽ റഷ്യക്ക് തന്നെ 15 വർഷമെടുത്തു ആ ഒരു സ്ഥലം ഫിസിക്കലി പണിത് അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ വെറും 7 ദിവസത്തിൽ ഉക്രൈൻ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ മുഴുവനായും നശിപ്പിച്ചു. അതിപ്പോ പ്രവർത്തനക്ഷമമല്ല, മുഴുവനായും റഷ്യ നഷ്ടപ്പെടുത്തി. ഇപ്പോ റഷ്യയെ മിലിറ്ററി വൈസ് വലിയ രീതിയിലൊന്നും അടിച്ചമർത്താൻ കഴിയുന്നില്ല എങ്കിലും, മിലിറ്ററി വൈസ് റഷ്യയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റഷ്യയുടെ ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകമിനെ എല്ലാം ഉക്രൈൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എണ്ണയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഓയിൽ ഇന്ത്യ, ചൈന പോലുള്ള നാടുകൾക്ക് കൊടുത്താലും ഇപ്പോഴും റഷ്യയുടെ ഓയിൽ സപ്ലൈസ് വെസ്റ്റേൺ കൺട്രീസിനെ കൊണ്ട് മുഴുവനായും കട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. ചൈന എന്തായാലും അമേരിക്കയുടെ വാക്ക് കേട്ട് അവരുടെ ഓയിൽ വാങ്ങാൻ പോകുന്നില്ല. അതിനാൽ അവിടെ ലക്ഷ്യം വെച്ചാൽ തീർച്ചയായും റഷ്യയെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. അവരുടെ ഓയിൽ റെഫൈനറി, റഷ്യയുടെ സോഴ്സ് ഓഫ് ഇൻകമായ എണ്ണയിൽ കൈവയ്ക്കണമെന്നുള്ളതിൽ ഉക്രൈൻ വളരെ പദ്ധതിയിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്രമിച്ചതെല്ലാം ടോപ്പ് 10 ഓയിൽ ബേസസ്, ഓയിൽ റെഫൈനറീസിനെയാണ്. ഇത് കഴിഞ്ഞ 3 മാസമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഉക്രൈന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ റഷ്യ എത്രമാത്രം തളർത്താമോ, അവരുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയെല്ലാം താഴ്ത്താമെന്ന ലക്ഷ്യം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ റഷ്യയുടെ ഓയിൽ റെഫൈനറീസ് തുടർന്ന് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് റഷ്യക്ക് മാത്രമല്ല ഒരു നഷ്ടമായി മാറുന്നത്. പെട്ടെന്ന് റഷ്യയുടെ ഓയിൽ മാർക്കറ്റിലേക്ക് വരുന്നത് അവസാനിച്ചാൽ ലോകം മുഴുവനുമുള്ള പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങും. ഇത് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് റഷ്യക്ക് മാത്രമല്ല പ്രശ്നം, ആഗോളതലത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവയേക്കാൾ കൂടുതൽ പ്രശ്നമായി മാറിയിരിക്കുന്നത് ഹൈമാസ് ആണ്. ഹൈമാസിനെ സംബന്ധിച്ച് അമേരിക്ക നൽകിയ വെപ്പൺസിൽ ഉക്രൈൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ഹൈമാസിനെയാണ്. തുടക്കം മുതലേ ഇങ്ങനൊരു മിസൈൽ നമ്മൾ അയക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ലഭിക്കുമെന്ന് ഉക്രൈൻ വിശ്വസിച്ച് അയക്കുന്ന ഒരു റോക്കറ്റ് സിസ്റ്റം, ഒരു MLR സിസ്റ്റം എന്ന് പറയാം ഈ ഹൈമാസിനെ. അങ്ങനെയുള്ള ഹൈമാസിനെ ഉപയോഗിച്ച് ഉക്രൈൻ മറ്റൊരു കാര്യം ചെയ്തു. ഈ ഒരു ബഫർ സോൺ, അതായത് റഷ്യ ഉക്രൈൻ പ്രശ്നം നടക്കുന്ന ഈ ഒരു സ്ഥലത്തിനും ന്യൂക്ലിയർ പവർ പ്ലാന്റിനും വെറും ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. എന്നാൽ ഈ ആണവ നിലയത്തിൽ നിന്നും വെറും 7 മൈൽ അകലെ വെച്ച് ഒരു ഹൈമാസ് റോക്കറ്റ് ലോഞ്ചറെ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിച്ച് ഈ മിസൈലിനെ മുഴുവനായും നശിപ്പിക്കാതെ അതിനെ താഴെ വീഴ്ത്തുകയും അതിന്റെ ഫംഗ്ഷൻസിനെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. പിന്നീട് അത് റഷ്യ തിരികെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു എവിഡൻസായി കാണിക്കാൻ പോകുന്നുവെന്നും പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു സാധാരണ കാര്യമായി തോന്നാം. ഇത് അടുത്തിടെ നടന്ന ഒരു കാര്യമാണ്. UK ടെലിഗ്രാഫിൽ ഇത് ലൈവായി തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഈ ഒരു കാര്യം വലുതായി തന്നെ മാറാം. സത്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ്. ഹൈമാസിനെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് അടുത്ത് വെച്ച് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണ്.
ഒരുപക്ഷെ നാളെ അപകടകരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു പവർ പ്ലാന്റിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഉക്രൈൻ അത് ടേക്ക് ഓവർ ചെയ്തെടുത്താൽ, റഷ്യ ആ സ്ഥലത്ത് ഈ തെളിവുകളെല്ലാം നിരത്തി കാണിച്ച് ആഗോളതലത്തിൽ അവരൊരു തെളിവ് കാണിക്കും. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ ഈ സ്ഥലത്ത് ആക്രമിച്ചതെന്ന് പറയുകയും ഈയൊരു യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. ഒരു ഫുൾ സ്കെയിൽ വാർ അനൗൺസ് ചെയ്യേണ്ട സാധ്യത വരെ വരുന്നുണ്ട്. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് അവർ ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ സ്കെയിൽ ഓപ്പറേഷനും സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്സ്, സ്ട്രാറ്റജിക്കൽ അഡ്വാൻസ്മെന്റ്, അങ്ങനെ ഇതെല്ലാം ആ യുദ്ധത്തിൽ ഉണ്ടാകും. അപ്പോൾ ഫുൾ സ്കെയിൽ വാർ ഉക്രൈനിൽ നടത്താനുള്ള എല്ലാ ഗ്രീൻ സിഗ്നൽസും ഇപ്പോൾ ഉക്രൈൻ തന്നെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ആക്രമിക്കുക എന്നുള്ളത് ഉക്രൈന് ലോകം മുഴുവനും ഒരു പ്രശസ്തി നൽകും. ഇത്രയും വലിയൊരു നാടിനെ ഉക്രൈൻ ആക്രമിക്കുന്നല്ലോ എന്നുള്ളത് പുറത്തൊരു വലിയ ന്യൂസായി മാറിയാലും ഇവയെല്ലാം നാളെ ഉക്രൈനെ തിരിച്ചടിയായി തന്നെ മാറും. അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.